ഇസ്രായേലിന്റെ ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പാണ് വരാനിരിക്കുന്നത്. തെരഞ്ഞെടുപ്പിൽ ട്രംപിന്റെ പരസ്യ പിന്തുണ നേടിയെടുക്കാൻ നെതന്യാഹു തീവ്ര ശ്രമം നടത്തുന്നതിനിടെ ഡൊണാൾഡ് ട്രംപിന്റെ നിലപാടുകൾ കടുത്ത തിരിച്ചടിയാവുകയാണ്. നേരത്തെ നെതന്യാഹുവിന് വേണ്ടി വാദിച്ചിരുന്ന ട്രംപ് ഇപ്പോൾ അത്തരത്തിൽ പരസ്യമായ പിന്തുണ നൽകുന്നതിൽ നിന്ന് വിട്ടുനിൽക്കുകയാണ്. എന്താണ് ഇതിന് കാരണം? ഈ തെരഞ്ഞെടുപ്പിൽ നെതന്യാഹു വിജയം കാണുമോ? കൂടുതൽ അറിയാം. സ്വാഗതം ഇൻഡെപ്തിലേക്ക്. നെതന്യാഹുവിന്റെ രാഷ്ട്രീയ നീക്കങ്ങളിലും യുദ്ധനയങ്ങളിലും ട്രംപ് അതൃപ്തനാണെന്നാണ് പുറത്തുവരുന്ന വിവരം. നെതന്യാഹു സ്വന്തം താൽപര്യങ്ങൾ സംരക്ഷിച്ച് മുന്നോട്ടു പോകുന്നത് അദ്ദേഹത്തിന് തന്നെ തിരിച്ചടിയാകുമെന്ന് ട്രംപ് സൂചിപ്പിച്ചതായി റിപ്പോർട്ടുകളുണ്ട്. ഇസ്രായേൽ തെരഞ്ഞെടുപ്പിൽ ആരെ പിന്തുണയ്ക്കണമെന്ന കാര്യത്തിൽ ട്രംപ് ഇതുവരെ അന്തിമ തീരുമാനം എടുത്തിട്ടില്ല. നെതന്യാഹുവിന് പരസ്യമായൊരു പിന്തുണ നൽകാൻ ട്രംപ് വിമുഖത കാണിക്കുന്നു എന്നത് ഇസ്രായേൽ രാഷ്ട്രീയ കേന്ദ്രങ്ങളെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. നെതന്യാഹുവിന് പിന്തുണ നൽകുമോ എന്ന് മാധ്യമപ്രവർത്തകർ ആവർത്തിച്ച് ചോദിച്ചെങ്കിലും ഓരോ തവണയും ഒഴിഞ്ഞു മാറുകയായിരുന്നു ട്രംപ്. ഇസ്രായേൽ പാർലമെന്റിൽ ഭൂരിപക്ഷം നിലനിർത്താൻ തീവ്ര വലതുപക്ഷ കക്ഷികളുമായി ചേർന്നുള്ള സഖ്യ സർക്കാരാണ് നെതന്യാഹു നയിക്കുന്നത്. എന്നാൽ നിലവിലെ അഭിപ്രായ സർവേകളിൽ നെതന്യാഹുവിനും അദ്ദേഹത്തിന്റെ ലിക്വിഡ് പാർട്ടിക്കും ജനപിന്തുണയിൽ ഇടിവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഗസയിലെയും ലെബനാനിലെയും സൈനിക നീക്കങ്ങളും തടവിലാക്കപ്പെട്ട ഇസ്രായേലികളെ മോചിപ്പിക്കുന്നതിലുമുണ്ടായ താമസം എന്നിവ നെതന്യാഹുവിന് ആഭ്യന്തരമായി വലിയ രാഷ്ട്രീയ സമ്മർദ്ദം സൃഷ്ടിക്കുന്നുണ്ട്. 2 ആഴ്ച മുമ്പ് നെതന്യാഹുവും ട്രംപും ഓവൽ ഓഫീസിൽ ഒരു കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അന്ന് നെതന്യാഹുവിന് വീണ്ടും തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ കഴിയുമോ എന്ന് ട്രംപ് ചോദിച്ചതായി ആക്സിയോസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ജനപ്രീതി അളക്കുന്ന സർവേകളിൽ നെതന്യാഹുവിന്റെ സ്ഥാനം എങ്ങനെയാണെന്നും ട്രംപ് ആരാഞ്ഞിരുന്നു. ഈ ഘട്ടത്തിൽ മറുപടി നൽകാൻ നെതന്യാഹു മടിച്ചു നിന്നുവെന്നും ഒപ്പമുണ്ടായിരുന്ന ഒരു ഉദ്യോഗസ്ഥനാണ് പ്രതികരിച്ചതെന്നുമാണ് റിപ്പോർട്ട്. മിസ്റ്റർ പ്രസിഡന്റ്, അദ്ദേഹം വിജയിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് ഒപ്പമുണ്ടായിരുന്ന ഉപദേഷ്ടാവ് പ്രതികരിച്ചു. എന്നാൽ ഇസ്രായേലിലെ അഭിപ്രായ സർവേകളെല്ലാം നെതന്യാഹുവിന്റെ ലിക്വിഡ് പാർട്ടിക്ക് എതിരാണ്. നെതന്യാഹുവും അദ്ദേഹത്തിന്റെ പ്രധാന എതിരാളിയും മുൻ IDF മേധാവിയുമായ ഗാദി ഐസൻകോട്ടും തമ്മിൽ കടുത്ത മത്സരമാണെന്നാണ് സർവേ ഫലങ്ങൾ വ്യക്തമാക്കുന്നത്. സെനറ്റിലെ ആകെയുള്ള 120 സീറ്റുകളിൽ നെതന്യാഹുവിന്റെ സഖ്യത്തിന് ലഭിക്കുന്ന പിന്തുണ 50 സീറ്റുകളിലേക്ക് കുറഞ്ഞതായി സർവേകൾ വ്യക്തമാക്കുന്നുണ്ട്. ഐസൻകോട്ടിന് പുതിയ സർക്കാർ രൂപീകരിക്കാൻ കൂടുതൽ സാധ്യതയുണ്ടെന്നാണ് വിലയിരുത്തൽ. സർവേകളിൽ നെതന്യാഹുവിനുള്ള ജനപിന്തുണ കുറഞ്ഞതാണ് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ ട്രംപ് നെതന്യാഹുവിനെ പരസ്യമായി പിന്തുണയ്ക്കാത്തതിന് കാരണമെന്നാണ് മാധ്യമങ്ങൾ ചൂണ്ടിക്കാട്ടുന്നത്. വ്യക്തിപരമായ അടുപ്പമുണ്ടെങ്കിലും അടുത്ത കാലത്തായി ഇറാൻ, ഗസ, ലെബനാൻ എന്നീ വിഷയങ്ങളിൽ ട്രംപും നെതന്യാഹുവും തമ്മിൽ വ്യക്തമായ അഭിപ്രായ വ്യത്യാസങ്ങൾ നിലനിൽക്കുന്നുണ്ട്. മേഖലയിലെ യുദ്ധം വേഗത്തിൽ അവസാനിപ്പിക്കണമെന്നാണ് ട്രംപിന്റെ നിലപാട്. എന്നാൽ യുദ്ധം നീട്ടിക്കൊണ്ടുപോകുന്നത് നെതന്യാഹുവിന്റെ രാഷ്ട്രീയ നിലനിൽപ്പിന് ആവശ്യമാണെന്ന് വിമർശകർ കരുതുന്നു. ട്രംപുമായുള്ള അടുത്ത ബന്ധം നിലനിർത്താൻ ശ്രമിക്കുമ്പോൾ തന്നെ ഇസ്രായേലിന്റെ സൈനിക തീരുമാനങ്ങളിൽ പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ടെന്ന് കാണിക്കാൻ നെതന്യാഹു ശ്രമിക്കുന്നത് ട്രംപിനെ ചൊടിപ്പിച്ചിട്ടുണ്ട്. നെതന്യാഹുവിന്റെ രാഷ്ട്രീയ എതിരാളികൾ ട്രംപിന്റെ ഈ പിന്മാറ്റത്തെ സസൂക്ഷ്മം നിരീക്ഷിക്കുകയാണ്. നെതന്യാഹുവിനെ പിന്തുണയ്ക്കാൻ മടിക്കുന്നുണ്ടെങ്കിലും നിലവിൽ ട്രംപ് അദ്ദേഹത്തിന് ഒപ്പം നിൽക്കുമോ എന്ന് പ്രതിപക്ഷ നേതാക്കളായ ഗാദി ഐസൻകോട്ട്, നെഫ്താലി ബെന്നറ്റ്, യായിൻ ലാപിഡ് എന്നിവർ ഭയപ്പെടുന്നുണ്ട്. അതനുസരിച്ച് ട്രംപ് ഈ തെരഞ്ഞെടുപ്പിൽ നിഷ്പക്ഷനായി നിൽക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷ നേതാക്കൾ അദ്ദേഹത്തിന്റെ അടുത്ത സുഹൃത്തുക്കൾക്കും സഹായികൾക്കും രഹസ്യ സന്ദേശങ്ങൾ അയച്ചതായും റിപ്പോർട്ടിൽ പറയുന്നു. ഇസ്രായേൽ രാഷ്ട്രീയത്തിൽ US പ്രസിഡന്റിന്റെ പിന്തുണയ്ക്ക് വലിയ വിലയുണ്ട്. മുൻപ് നെതന്യാഹുവിനെ ശക്തമായി പിന്തുണച്ചിരുന്ന ട്രംപ് ഇപ്പോൾ കൈയൊഴിയുന്നത് ഇസ്രായേൽ വോട്ടർമാർക്കിടയിൽ നെതന്യാഹുവിന്റെ പ്രതിച്ഛായയ്ക്ക് മങ്ങലേൽപ്പിക്കും. US-ന്റെ സഹായമില്ലാതെ ഇസ്രായേലിന് മുന്നോട്ട് പോകാനാകില്ലെന്ന യാഥാർത്ഥ്യം നിലനിൽക്കെ ട്രംപിന്റെ ഈ അകൽച്ച നയതന്ത്ര തലത്തിലും വലിയ അനിശ്ചിതത്വം സൃഷ്ടിക്കുന്നുണ്ട്.